നമസ്കാരം, ഞാൻ എഞ്ചിലാൽ. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ്. 3ാമത്തെ ചാപ്റ്റർ മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. അതിൽ ഇന്ന് എടുക്കാൻ പോകുന്നത് 3ാമത്തെ വീഡിയോ ആണ്. ഇന്ന് എടുക്കുന്ന ടോപ്പിക് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂട്ടൺസിന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പഠിച്ചു. അത് എന്തായാലും ഒന്നും കൂടി നന്നായിട്ട് പഠിക്കണം. ന്യൂട്ടൺസിന്റെ ലോസ് ഓഫ് മോഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കണ്ടന്റുകൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇനി അടുത്ത എപ്പം ഫിസിക്സ് പഠിക്കുകയാണെങ്കിലും ഈ ഒരു പോർഷൻസ് നമുക്ക് ആവശ്യമുള്ളതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത സെക്ഷനിലേക്ക്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ അല്ലെ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്താ പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ unbalanced external force acting on it. നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലംസിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം പഠിച്ചു. എന്തായിരുന്നു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? മൊമെന്റത്തിന്റെ വ്യത്യാസം ഡിവൈഡഡ് ബൈ ടൈം. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന് എന്താണ് കറക്റ്റ് ആയതിലൂടെ ആ പ്രോബ്ലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇതാണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാഗം, റൈറ്റ് സൈഡിലുള്ള ഈ ഭാഗം, ഈ ഒരു ഇക്വേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കൊടുക്കുക കേട്ടോ. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ഒരു അൺബാലൻസ് ഫോഴ്സ് കൊടുക്കുന്നതിന് എത്രത്തോളം അൺബാലൻസ് ഫോഴ്സ് കൊടുക്കുന്നു അതിന്റെ അടിസ്ഥാനം അല്ലേ? അല്ലടോ, ഇപ്പൊ ഞാനിപ്പോ ഒരു കാർ ഇവിടെ വെക്കുന്നു അല്ലെ, ബാലൻസ് ഫോഴ്സ് ആണ്, നമുക്ക് എന്താവില്ല എന്ന് അറിയാൻ പറഞ്ഞിട്ടുണ്ട്. ആ വസ്തു റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ നിൽക്കും, എന്താണ് മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ നിൽക്കും. ഏതാണ് ബാലൻസ് ഫോഴ്സ് കൊടുത്താലും അതേപോലെ ഒരു ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിലും അതേപോലെ തന്നെ നിൽക്കും. എന്നാൽ അൺബാലൻസ് ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ എവിടെയാണോ ടോട്ടൽ ഫോഴ്സ് എഫക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ വസ്തു മൂവ് ചെയ്യും അല്ലെ? മനസ്സിലായല്ലോ? അത് കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പം ആ അൺബാലൻസ് ഫോഴ്സിന്റെ അടിസ്ഥാനമാക്കിയിരിക്കും ആ വസ്തുവിന്റെ മോഷൻ ഉണ്ടാകുക അല്ലെ? ഒരു ഉദാഹരണം പറയുക, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ബോക്സ് ഇവിടെ ഇരിക്കും. ഇതൊരു ബോക്സ്. ഈ ബോക്സിന് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ബോക്സ് ഞാനൊരു ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ അത് കാലാകാലവർത്തനം ഉണ്ടാവുന്നതൊക്കെ ഫസ്റ്റ് പറഞ്ഞു അല്ലെ? ഇനി ബാലൻസ് ഫോഴ്സ് ആണ്, ഇവിടുന്ന് ഒരു 15 ന്യൂട്ടൺ, ഇവിടുന്ന് ഒരു 15 ന്യൂട്ടണുള്ള, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 20 ന്യൂട്ടൺ, ഇവിടുന്ന് ഒരു 20 ന്യൂട്ടൺ ആയിട്ടുള്ള ബാലൻസ് ഫോഴ്സ് കൊടുത്താലും അത് അവർ തന്നെ ഉണ്ടാവും. എന്നാൽ അതിന് പകരം ഒരു അൺബാലൻസ് ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഫോഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ വസ്തു ചലിക്കും അല്ലെ? അത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ് അല്ലെ? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ആ അൺബാലൻസ് ഫോഴ്സ് എത്ര കൊടുക്കുന്നോ, എത്ര ഫോഴ്സ് കൊടുക്കുന്നോ അത്രയനുസരിച്ചല്ല മൂവ് ചെയ്യാം അല്ലെ? ഇപ്പൊ ഒരു കുട്ടീനെ ഞാനൊന്ന് വെറുതെ നിൽക്കുന്ന ഒരു കുട്ടിയെ ഞാനൊന്ന് വെറുതെ തള്ളുകയാണ്. തള്ളുമ്പം ഞാൻ എത്ര തള്ളുന്നോ അത്ര അടിസ്ഥാനത്തിലല്ലേ ആ കുട്ടി മൂവ് ചെയ്യാം അല്ലെ? അല്ലെ ഒരു കുട്ടീനെ ഞാൻ വലിക്കുകയാണെങ്കിൽ അത് ഞാൻ എത്ര പവറിലാണ്, എത്ര ഫോഴ്സിലാണ് ഞാൻ വലിക്കുന്നത് അതിനനുസരിച്ചിട്ടല്ലേ ആ വസ്തു, ആ കുട്ടി എന്റെ അടുത്തേക്ക് വരിക അല്ലെ? ആ എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്? അൺബാലൻസ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് എത്ര കൊടുക്കുന്നോ അത്രയനുസരിച്ചാണ് അതിന് മോഷൻ ഉണ്ടാകുന്നത് അല്ലെ? നമ്മള് പറഞ്ഞു ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞത് എന്താണ്? മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് മോഷൻ ആണ്. എത്ര ചലിച്ചു, എത്ര മൂവ് ചെയ്തു. ആ എത്ര മൂവ് ചെയ്യുന്നു മനസ്സിലാക്കുന്നത് അതിന്റെ എന്താണ്? എത്ര ഈ ചേഞ്ച് മനസ്സിലാക്കുന്നത് ആ മൊമെന്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ, അതിനെ എത്ര സെക്കൻഡിനുള്ളിലാണ് ആ മൊമെന്റം ചേഞ്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാലാണ് ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടുക. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതാണ്. ആ ചേഞ്ച് ഇൻ മൊമെന്റത്തിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഫോഴ്സ്. എത്ര ഫോഴ്സ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നോ അത്രയും ഇതിൽ മൊമെന്റം ഉണ്ടാവും, അത് ചലിക്കും, അത്രയും അതിന് സ്ഥാനമാറ്റം ഉണ്ടാവും, അത് മോഷൻ ഉണ്ടാകും. ഓക്കെ, അതാണ് ഈ കേസിലൂടെ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്.
ഓക്കെ, അതിന്റെ ഇക്വേഷൻ ആണ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഓക്കെ, എം എന്ന് പറഞ്ഞ് അതായത് എം വി മൈനസ് എം യു ബൈ ടി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനൽ നമ്മുടെ എം എഫ് വി എഫും വി ഐ ആയിരുന്നു കൊടുത്തത് അല്ലേ. ഇപ്പൊ വി എഫിന് പകരം വി ആണ് കൊടുത്തിരിക്കുന്നത്. വി എഫിന് പകരം ഇത് യഥാർത്ഥത്തിൽ നൊട്ടേറ്റ് ചെയ്യുന്നത് വി ആണ്. ഓക്കെ, അതേമാതിരി വി ഐ അഥവാ ഇനീഷ്യൽ വെലോസിറ്റിക്ക് കൊടുത്തിരിക്കുന്നത് യു ആണ്. ഇനി അങ്ങോട്ട് എല്ലാ കേസിലും ഇനീഷ്യൽ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ യു ആണ്. ഫൈനൽ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ വി ആണ്. ഇതൊക്കെ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ ആണല്ലോ. അപ്പം എം ഇൻറ്റു മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി അതാണ് എന്ത് ഫൈനൽ മൊമെന്റം. മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി അതാണ് ഇനീഷ്യൽ മൊമെന്റം. അപ്പോൾ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം എന്നെടുത്ത് എം വി മൈനസ് എം യു എന്ന് എഴുതാൻ പറ്റുമല്ലോ. അങ്ങനെയല്ല, അങ്ങനെ ചെയ്യാം. എം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് മാത്തമെറ്റിക്കൽ പ്രകാരം എമ്മിനെ പുറത്ത് എഴുതി വെക്കാൻ പറ്റില്ലോ. ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ബ്രാക്കറ്റിന് പുറമെ ആക്കി എഴുതിക്കൂടെ അല്ലെ. നമുക്കറിയാലോ എം ഇൻറ്റു വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു വി മൈനസ് എം ഇൻറ്റു വി യുവിന് ഈക്വൽ ആണ്. നമ്മൾ മാത്തമാറ്റിക്സ് മാത്സിൽ പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ മൊമെന്റത്തിന്റെ ആ ഇക്വേഷൻ എം വി മൈനസ് എം യു നിന്ന് എമ്മിനെ ഞാൻ പുറത്ത് എഴുതി എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ടി എന്ന് പറയുന്നത് രണ്ടിനും എല്ലാത്തിനും ബാധകമാണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ വി മൈനസ് യു ബൈ ടി അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നതാണ് എന്ത് പുതിയൊരു ടൈം ഉണ്ടായിരുന്നു. അതെന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ അല്ലെ. അപ്പൊ വി മൈനസ് യു ബൈ ടിക്ക് പകരം ഞാൻ എ എന്ന് കൊടുത്തു. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം എ എന്നായി മാറി. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം എ എന്നായി അല്ലെ. നോക്കാം, യൂസിങ് നമുക്ക് പ്രൊപ്പോർഷണാലിറ്റിയെ ഇക്വാലിറ്റി ആക്കണമെങ്കിൽ, അതായത് ഇങ്ങനെ പ്രൊപ്പോർഷണാലിറ്റിയെ ഇക്വാലിറ്റി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്ന ഈ സിമ്പിൾ, ഇങ്ങനെയുള്ള ഈ സിമ്പിളിനെ ഈക്വൽ ആയിട്ട് രണ്ടുപേരെ അത് ആക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ പ്രൊപ്പോർഷണാലിറ്റിയെ ഇക്വാലിറ്റി ആക്കാൻ പറ്റുള്ളൂ. അപ്പം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം എ എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ. കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരസംഖ്യ. 1, 2, 3, 4, 5 അത് മാറാൻ എത്രയാണ്? ഏതെങ്കിലും ഒന്ന് ആണ് സ്ഥിരസംഖ്യയാണ്. അത് മാറത്തില്ല, സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവും. തിയററ്റിക്കലി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. നമ്മള് പ്രാക്ടിക്കലി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്? ഈ കെയുടെ വാല്യൂ 1 ആണെന്ന്, ഈ കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ 1 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഫോഴ്സിന്റെ ഈ കെ എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ഈ കോൺസ്റ്റന്റ് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ്. അത് ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് പ്രാക്ടിക്കലി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ വാല്യൂ 1 ആണ് എന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ കെന്റെ സ്ഥാനത്ത് 1 കൊടുക്കാൻ മതിയല്ലോ. എഫ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എം എ. 1 ഇൻറ്റു എം എ എന്ന് പറഞ്ഞാൽ എന്താ? എം എ. എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എഫ് ഈസ് ഈക്വൽ ടു എം എ. എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് പോവുകയാണ്. ഫിസിക്കൽ ടു എം എ. അത് നിങ്ങളെ എന്ത് ചെയ്യണം? ഇതൊരു ബോക്സിലാക്കി വെക്കണം. ഓക്കെ, ഫിസിക്കൽ ടു എം എ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫിസിക്കൽ ടു എം എ ഓർഡർ ഉണ്ടാവണേ. അങ്ങനെ ബോക്സിലാക്കി വെക്കാം. ഇനിയും അടുത്തത് ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഫോഴ്സ് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻസ് ഉണ്ടാകും. പിന്നെ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. 1 Newton is the force required to produce an acceleration of 1 meter per second square. Second square ആണ് acceleration ആണ് പറയുന്നത്. On a body of mass 1 kg. എന്താണ് പറയുന്നത്? 1 Newton എന്ന് പറയുന്നത് എന്തായിരിക്കണം?
മാസും നമുക്ക് ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നാണ് നമ്മൾ ആദ്യമേ ഇതിൽ തിയറിറ്റിക്കലി കണ്ടുപിടിച്ചത്. അപ്പം മാസ്, ഒരു വസ്തുവിന്റെ മാസ് ഒന്നും ആക്സിലറേഷൻ 1 m/s²ആയാൽ എന്താണ്, ഒരു വസ്തുവിന്റെ മാസ് ഒന്നും, അതേപോലെ എന്താണ്, അതുപോലെ ആക്സിലറേഷന് 1 m/s² ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയായിരിക്കും, 1 ന്യൂട്ടൺ ആയിരിക്കും. കാരണം എന്താണ്, കെ എന്ന് പറയുന്ന ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒന്നാണ് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടുത്തെ കേസിൽ 1 × 1 × 1 എന്തായാലും കിട്ടുക 1 അല്ലെ, ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് പറയുന്നത്, ഫോഴ്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം പറഞ്ഞിരിക്കുന്നത് എന്താ, ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് കിട്ടാനുള്ള കാരണം കെ ഇങ്ങനെ കിട്ടുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. കെ കിട്ടാൻ കാരണം എന്താണ്, 1 ന്യൂട്ടൺ ഫോഴ്സും അതുപോലെ 1 m/s² എന്തുണ്ട്, 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം കേട്ടോ, 1 കിലോഗ്രാം മാസും അതുപോലെ 1 m/s² ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണ് എന്ന് നമ്മൾ തിയറിറ്റിക്കലി കണ്ടുപിടിച്ചു. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ് എന്ന് പറഞ്ഞാൽ 1 കൊടുത്തു, കെ × 1 × 1. അപ്പൊ അത്രയും എന്തായി, 1 × 1 എന്ന് പറഞ്ഞാൽ 1, കെ = 1. അങ്ങനെയാണ് ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ 1 ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കിട്ടിയില്ല, അതെങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഒരു പ്രോബ്ലത്തിലേക്ക് പോകാൻ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എ കാർ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 108 km/h comes to rest after 4 seconds on applying brake. If the mass of the car including the passenger is 1000 kg, what will be the force applied when brake is applied? അതെന്താ ചോദ്യം, ഒരു കാറ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്പീഡ് വന്നിട്ടുണ്ട് 108 km/h. അത് റെസ്റ്റിലേക്ക് വന്നു 4 സെക്കൻഡ് ആയിട്ട്. നമ്മൾ നേരത്തെ അതേ ഒരു ഇതിൽ പറഞ്ഞു, km/h ആണ് പറഞ്ഞത്. ഓക്കെ, ഓൺ അപ്ലൈയിങ് ബ്രേക്ക് കൊടുത്തപ്പോൾ if the mass of a car is including the passengers, ആ കാറില് ആളിരിക്കുമ്പോൾ ആളും കൂടി ഉള്ള ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 1000 kg ആണ്. What will be the force applied when brake is applied? എത്ര ഫോഴ്സ് കൊടുത്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, റെസ്റ്റിലേക്ക് വരുന്നത്? മനസ്സിലായല്ലോ. അതിന് മാസ് വന്നിട്ടുണ്ട്, അല്ല സ്പീഡ് 108 km/h. പിന്നെ 4 സെക്കൻഡിനുള്ളിൽ അത് റെസ്റ്റിലേക്ക് വരുന്നു. അതിന്റെ ടോട്ടൽ മാസ്, ആ കാറും ആ സ്ട്രേഞ്ചറായിട്ടുള്ള ആ പാസഞ്ചറും കൂടിയുള്ള ടോട്ടൽ മാസ് 1000 kg ആണ്. എന്താണ്, അപ്പൊ അവിടെ എത്ര ഫോഴ്സ് കൊടുത്തിട്ടാണ് അത് റെസ്റ്റിലേക്ക് 4 സെക്കൻഡിനുള്ളിൽ റെസ്റ്റിലേക്ക് വരുന്നത് എന്നാണ് നമ്മൾ ചോദ്യം. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആദ്യം കണ്ടുപിടിക്കാം. ഇനീഷ്യൽ വെലോസിറ്റി u = എന്താണ് 108 km/h. അതിൽ നിന്നാണ് 0 km/h മാറുന്നത് അല്ലെ. km/h എന്താക്കി മാറ്റണം, മീറ്റർ/സെക്കൻഡിലേക്കാണ്. അതാണ് എന്തിന്റെ യൂണിറ്റ്, വെലോസിറ്റിയുടെ യൂണിറ്റ് m/s ആണ്. ഇവിടെ തന്നിരിക്കുന്നത് km/h ആണ്. അപ്പൊ അതിലേക്ക് ചേഞ്ച് ചെയ്യണം. അതാണ് ആദ്യത്തെ കാര്യം. ഇവിടെ ഒരു സിമ്പിൾ കാര്യം പറയാം. km/h, അതായത് km/h ആണ് ഏതിനെക്കാട്ടും കൂടുതൽ m/s കൂടുതൽ. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യണം, 5/18, അതെങ്ങനെ കിട്ടുന്ന പറയാം. വേറെ അതായത് 1000, അതായത് 108 × 1000 ഡിവൈഡഡ് ബൈ ഹവർ എന്ന് പറഞ്ഞാൽ എന്താ 60 കേട്ടോ. 108 × 1000 ഡിവൈഡ് ബൈ 60 × 60. അങ്ങനെയാണ് എന്ത് m/s ആകുക. അതായത് കെയുടെ സ്ഥാനത്ത് 1000 കൊടുക്കുക. 1000 കിലോമീറ്റർ ആണെന്ത്, ഓക്കെ, 1000 മീറ്റർ ആണെന്ത് 1 കിലോമീറ്റർ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് കിലോമീറ്റർ മീറ്റർ ഒക്കെ ആണെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്.
ഹവറിനെ എന്ത് ചെയ്യണം സെക്കൻഡിലേക്ക് ആകണമെങ്കിൽ 60 × 60 ഇത്ര കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഈ രണ്ടും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കിട്ടുക 5/18 ആണ്. 5/18. അപ്പം ഈ തന്നിരിക്കുന്ന 1000/60 × 60 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 5/18 ഈക്വലാണ്. km/h m/s ആക്കണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ആവും. എന്നാൽ അതേപോലെ തന്നെ ഇതിൽ ഈ പ്രോബ്ലത്തിൽ ഇല്ലെങ്കിലും നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ചെയ്യാനുള്ളതാണ്. m/s km/h ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നേരെ തിരിച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് കിട്ടി 108 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ m/s km/h ആക്കണം കേട്ടോ. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് എന്താണ് km/h മീറ്ററിലേക്ക് ആക്കാം, m/s ആക്കാനാണ്. അപ്പോൾ നമുക്ക് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 30 m/s ആയിട്ട് കിട്ടും. ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 റെസ്റ്റിലേക്ക് പോകുന്നു നമ്മൾ കാര്യം പറഞ്ഞെങ്കിൽ. മാസ് എത്രയാണ്? 1000 kg ഇൻക്ലൂഡിംഗ് പാസഞ്ചർ അല്ലെ. ടൈം എത്രയാണ്? 4 സെക്കൻഡ് ആണ്. അക്കോർഡിംഗ് ടു ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം F=ma ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ? അതായത് ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 30. ശ്രദ്ധിക്കണം, നെഗറ്റീവ് വരുന്നുണ്ട്. എന്താണ് നെഗറ്റീവ് എന്താന്ന് പറയാം. ആൻഡ് ടൈം എത്രയാണ്? 4 സെക്കൻഡ്. മാസ് എത്രയാണ്? 1000. തന്നിട്ട് എല്ലാ കാര്യം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തുണ്ട്? 7500 ന്യൂട്ടൺ മൈനസ് 7500 ന്യൂട്ടൺ. മൈനസ് അവിടെ കാണുന്നുണ്ടല്ലോ. ഇതാണ് അതിന്റെ ഉത്തരം. എന്താണ് ഫോഴ്സ്? എത്ര ഫോഴ്സ് കൊടുക്കണം? മൈനസ് 7500 ന്യൂട്ടൺ ആണ്. ഈ നെഗറ്റീവ് എന്താണ്? The negative sign indicates that the applied force is opposite to the direction of motion. ഏത് ഡയറക്ഷനിലേക്കാണോ മോഷനിലേക്കാണോ പോകേണ്ടത്, അതായത് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അതിന്റെ ഫോഴ്സ് കൊടുത്തിരിക്കുന്നത് എങ്ങോട്ടാണ്? തിരിച്ചിങ്ങോട്ട്. അതായത് നമ്മള് ഒരാൾ ഫോഴ്സ് ഇതാ ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് എന്ത് പോകുന്നത്, വണ്ടി പോകുന്നത്. എവിടേക്കാണോ ഫോഴ്സ് കൊടുക്കുന്നത്, ഫോഴ്സ് കൊടുക്കുന്നതിന്റെ എഗെയിൻസ്റ്റ് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. ഇപ്പൊ ഇങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അത് ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഓക്കെ, പോകുന്ന ഫോഴ്സ് അങ്ങോട്ടേക്കാണെങ്കിൽ വരുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇനി നേരെ തിരിച്ചു വരെ, അതായത് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു അതേപടി അങ്ങോട്ടേക്ക് പോകും. അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക, നെഗറ്റീവ് കാര്യം. അപ്പം നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അതാണ് അത് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നേരത്തെ കേസ് ആദ്യത്തെ കഴിഞ്ഞ വീഡിയോ തന്നെ ഞാനൊരു പ്രോബ്ലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12,000 ഇതൊരു പ്രോബ്ലം കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ വെലോസിറ്റി എന്താണ്? ഇവിടുന്ന് വെലോസിറ്റി കൂടുതൽ കുറവിലേക്ക് വന്നത്. വെലോസിറ്റി എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് ഫൈനൽ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനൊരു വ്യത്യാസം ഉണ്ടാവും, നെഗറ്റീവ് കാണിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. നെഗറ്റീവ് സൈൻ അതിന് വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാണ്. പ്രോബ്ലം മനസ്സിലായല്ലോ? ഇനി അടുത്ത പ്രോബ്ലം. Velocity of an object of a mass 5 kg increase from 3 m/s to 7 m/s on applying a force continuously for 2 seconds. Find out the force applied if the duration for which force acts is extended to 5 seconds. What will be the velocity of the object then? Velocity of object of mass 5 kilogram mass ഉള്ള വസ്തുവിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു ഫ്രം 3 m/s. അതായത് ഇനീഷ്യൽ ഇതെന്താണ്? മാസ് m = 5 kg. എന്താണ്? 3 m/s. അതായത് u എന്നത് ഇനീഷ്യൽ വെലോസിറ്റി 3 m/s. അതായത് u = 3 m/s. ഇതിലേക്ക് മാറുന്നു ഫൈനൽ വെലോസിറ്റി 7 m/s. അതായത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓൺ അപ്ലൈയിങ് എ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞേ. കണ്ടിന്യൂസ് ആയിട്ട് 2 സെക്കൻഡ്, ഓരോ 2 സെക്കൻഡിൽ എന്ത് ചെയ്യാണ്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് കൊടുത്തിട്ട് കൊടുക്കുന്നു അല്ലെ.
ഫൈൻഡ് ഔട്ട് ദ ഫോഴ്സ് അപ്ലൈഡ് if the duration for which force act is extended to 5 seconds. 2 സെക്കൻഡിനുള്ളിലാണ്, ഓരോ 2 സെക്കൻഡിനുള്ളിലാണ് ഈ ഫോഴ്സ് കൊടുക്കുന്നത്. ഈ 2 സെക്കൻഡിന് പകരം നമ്മൾ 5 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മാറ്റം വരിക. വാട്ട് വിൽ ദ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ദെൻ? അവിടുത്തെ വെലോസിറ്റി എന്തായാലും മാറും. അതായത് 3 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതുണ്ടെങ്കിൽ ആ വെലോസിറ്റി അതിന് പകരം ഓരോ 2 സെക്കൻഡിനുള്ളിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അതിന് പകരം ഞാൻ 5 സെക്കൻഡിൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ പറഞ്ഞു 3 മീറ്റർ പെർ സെക്കൻഡ്, വെലോസിറ്റി 7 മീറ്റർ പെർ സെക്കൻഡ് അതാണുള്ളത് എടുത്തത് അല്ലേ. ടൈം തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റിയാണ് 7 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ഈസിക്കൽ ടു 2 സെക്കൻഡ്. മാസ് 5 kg. അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ പ്രകാരം എന്താണ്? ഇത് നേരത്തെ അതേ പ്രോബ്ലം തന്നെ ചെയ്ത് നോക്കാം. ഫിസിക്കൽ ടേം എം വി മൈനസ് യു ബൈ ടി 5 മൈനസ് 7 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 10 ന്യൂട്ടൺ. ഓക്കെ, ഇതൊക്കെ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെ. ഇവിടെ അക്കോർഡിംഗ് ടു എന്താണ് ആക്സലറേഷൻ, ഇതിൽ നിന്ന് ആക്സലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് വി മൈനസ് യു ബൈ ടി ആണ് ശരിക്കും ഇതിന്റെ കേസിൽ ആക്സലറേഷൻ അല്ലേ. എഫ് എത്രയാണ് കിട്ടിയത്? 10 ബൈ മാസ് എത്രയാണ്? 5. 10 ബൈ 5 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ഒന്നും വേണ്ട 2 മീറ്റർ പെർ സെക്കൻഡ്, ഇനി ഒന്നും വേണ്ട. എന്താണ് ഇവിടെ ഇത് കുറച്ചിട്ട് അതുകൊണ്ട് ടി കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. എത്ര? 7 മൈനസ് 3 4 അല്ലേ. ടൈം എത്രയാണ്? 2. 7 മൈനസ് 3 4 ബൈ 2 എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. ഇത് മതി. ഈ ഇങ്ങനെ തന്നെ ചെയ്തോളണമെന്നില്ല. ഫിസിക്കൽ ടു എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആക്സലേഷൻ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്യേണ്ട ഏറ്റവും എളുപ്പം വേറെ മാർഗമാണ് പറയുന്നത്. ആക്സലേഷൻ ആണ് വി മൈനസ് യു ബൈ ടി ആണ്. നമുക്ക് വി തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്. ഈ 7 മൈനസ് 3 എത്രയാണ്? 4. ടൈം എത്രയാണ്? 2. അപ്പോൾ 4 ബൈ 2 എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയും കണ്ടുപിടിക്കാം. ഇതേപോലെ തന്നെ ചെയ്തോളണമെന്നില്ല. ഈ വലിയ സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് ആക്സലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. If you apply the value in the equation v is equal to u plus at, ഇതിൽ പറഞ്ഞിട്ടുണ്ട് കൈനമാറ്റിക് ഇക്വേഷനിൽ പെടുന്നതാണ്. v is equal to u plus at അല്ലേ. v എത്രയാണ്? 7 is equal to 3 plus at എത്രയാണ്? a എത്രയാണ്? 2 into എത്രയാണ്? ടി എത്രയായിട്ട് മാറുന്നുണ്ട്? 5 സെക്കൻഡിൽ ടി കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 18 മീറ്റർ പെർ സെക്കൻഡ്. The velocity can be calculated when the time of force is extended to 5 seconds. എന്താണ് വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? The time is when the time for ഫോഴ്സിന്റെ കൊടുക്കുന്ന ടൈം ഈ സെക്ഷനിൽ 5 സെക്കൻഡ് 5 സെക്കൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ഈ കൈനമാറ്റിക് ഇക്വേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ആണ് കണ്ടിരിക്കുന്നത്. അതായത് എന്ത് വെലോസിറ്റി? ഫൈനൽ വെലോസിറ്റിയാണ്. ഇനീഷ്യൽ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ഓരോ 2 സെക്കൻഡിൽ ഫോഴ്സ് കൊടുത്തപ്പോഴാണ് ഇതുണ്ടായത്. 2 സെക്കൻഡിൽ ഫോഴ്സ് കൊടുത്തപ്പോഴാണ് 7 മീറ്റർ പെർ സെക്കൻഡ് ആയത്. ഈ 2 സെക്കൻഡിന് പകരം 5 സെക്കൻഡ് ആയപ്പോൾ എന്താണ് അത്രയാണ് വെലോസിറ്റി ഉണ്ടാകുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് 5 സെക്കൻഡ് കൊടുത്തപ്പം 2 into 8 3 മീറ്റർ പെർ സെക്കൻഡ് 3 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. 3 മീറ്റർ പെർ സെക്കൻഡുള്ള 13 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കാര്യം മനസ്സിലായാലോ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇമ്പൾസ്. നമുക്കറിയാം ശരിക്കും അതിന്റെ മീനിങ് ആഘാതം എന്നൊക്കെ പറയും അല്ലെ. ഒരു വിധത്തിൽ ഇമ്പൾസീവ് ഫോഴ്സ്. എന്താ ഇമ്പൾസ്? നേരത്തെ കുറച്ചൊക്കെ പറഞ്ഞു ഇതില്. ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം. ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അനുഭവപ്പെടുന്ന ഒരു വലിയ ഫോഴ്സിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇമ്പൾസീവ് ഫോഴ്സ്. ഇമ്പൾസ് of force is the product of mass and time. Product of force into time. Force and time. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണ് അല്ലെ. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? m into v minus u by t. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്
അതായത് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ടി, ഫോഴ്സ് ഇൻറ്റു ടൈം അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ഇൻറ്റു അതാണ് ഫോഴ്സ് അല്ലേ. ഫോഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചാണ് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം, മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്, ഇൻറ്റു ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലെ. ഒരു നിശ്ചിത സമയത്തിൽ ഉണ്ടാകുന്ന ഫോഴ്സ് അല്ലെ, അത്രയും ഒരു നിശ്ചിത സമയത്തിൽ ഉണ്ടാകുന്ന ഫോഴ്സ് അത്രയാണ്. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇമ്പൾസ് എന്ന് പറയുന്നത്, പെട്ടെന്ന് സെക്കൻഡിലുണ്ടാകും. അതുകൊണ്ട് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈം ക്യാൻസൽ ചെയ്യാലോ, ടി ക്യാൻസൽ ചെയ്തു, എം വി മൈനസ് യു, എം വി മൈനസ് എം വി അല്ലെ. ഇതല്ലേ എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത്. സോ ഇമ്പൾസ് ഇസ് എ ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. മൊമെന്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണെന്ത് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെന്റം. ഫോഴ്സ് into time is equal to change in momentum. Force into time is equal to change in momentum. F into t is equal to a constant. Change in momentum constant ആണ്, ഒരു momentum constant ആണ് അല്ലെ, കോൺസ്റ്റന്റ് ആണ്. F is അപ്പോൾ എന്താണ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലോ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി ഇക്വാലിറ്റി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഇവിടെ ഒരു കോൺസ്റ്റന്റ് കിട്ടിയ സ്ഥിതിക്ക് ഈ കോൺസ്റ്റന്റിനെ ഇങ്ങോട്ടേക്ക് കിട്ടും. F is equal to F into T is equal to a constant. ചേഞ്ച് ഇൻ മൊമെന്റ് കോൺസ്റ്റന്റ് ആണ്. ഇപ്പം ഇവിടെ ഇതിപ്പോ സീറോ ആയാലും എന്തെങ്കിലും ആയാലും, ഇപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി സീറോ, ഫൈനൽ വെലോസിറ്റി സംതിങ് ഉണ്ടെങ്കിലും എങ്ങനെയായാലും മൊമെന്റത്തിന് ഒരു കോൺസ്റ്റന്റ് വാല്യൂ 0, 1, 2, 3 ഉള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം എന്താണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. സോ F is proportional to F into T is equal to a constant അല്ലേ. നമുക്ക് ഈ ടിയെ ഞാൻ ഇപ്പുറത്തെ എടുക്കാം, ടീനെ ഇങ്ങോട്ട് എടുക്കാം. അപ്പം F is equal to എന്താ, എ കോൺസ്റ്റന്റ് ഇൻറ്റു ടി, എ കോൺസ്റ്റന്റ് ഇൻറ്റു ടി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താണ്, പ്രൊപ്പോർഷണാലിറ്റി ഈക്വൽ ചെയ്യാൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ആ കോൺസ്റ്റന്റിനെ പോക്കി കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇക്വാലിറ്റിയിൽ നിന്ന് കോൺസ്റ്റന്റ് മാറ്റി കഴിഞ്ഞാൽ എന്താക്കി മാറ്റാം, പ്രൊപ്പോർഷണാലിറ്റി ആക്കി മാറ്റാനും പറ്റില്ലേ. അതായത് ഒരു എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ് എം വി മൈനസ് യു ബൈ ടി എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. അവിടെ എം എ ആക്കി മാറ്റിയതൊക്കെ ആ പ്രൊപ്പോർഷണാലിറ്റിയെ ഇക്വാലിറ്റി ആക്കാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് കിട്ടി, ഇക്വാലിറ്റി അങ്ങോട്ട് ഇട്ടപ്പം 1/t ആയി. എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/t എന്നായി. ഇക്വാലിറ്റിയെ നമുക്ക് മാറ്റാൻ എന്ത് ചെയ്യും, ഈ കോൺസ്റ്റന്റിനോട് ഒഴിവാക്കിയാൽ എന്താക്കി മാറ്റാം, പ്രൊപ്പോർഷണാലിറ്റി ആക്കാൻ പറ്റുള്ളൂ, നേരെ തിരിച്ചു തരാൻ പറ്റുള്ളൂ. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/t. ടൈം എത്രത്തോളം കൂടുന്നോ, ടൈം കൂടുന്നതനുസരിച്ച് ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും. വളരെ കുറഞ്ഞ ടൈം എന്താണ് കുറവാണോ ഫോഴ്സ് കൂടും. ഓക്കെ, ടൈം 2 സെക്കൻഡും നോക്കാം, 1/2 സെക്കൻഡ്. ആദ്യത്തെ കേസിൽ ടിക്ക് 2 സെക്കൻഡ്, ടിക്ക് 5 സെക്കൻഡ്, അല്ല ടിക്ക് 2 സെക്കൻഡ്, ടിക്ക് 10 സെക്കൻഡ്, 4 സെക്കൻഡ്, ടിക്ക് 2 സെക്കൻഡും രണ്ടാമത്തെ സൈക്കിൾ ടിക്ക് 4 സെക്കൻഡ് വെച്ചു. അപ്പൊ ടിക്ക് ആദ്യത്തെ കേസിൽ 1/2 എന്ന് പറഞ്ഞാൽ കിട്ടി അല്ലെ. എത്ര 1/2 എത്ര 0.5 അല്ലെ. അവിടെ 1/4 0.25 ആണ്. അപ്പം 2 നിന്ന് 4 കൂടിയപ്പോ എന്ത് സംഭവിച്ചു, ഫോഴ്സിന്റെ വാല്യൂ എന്തായി, കുറഞ്ഞു അല്ലെ. 0.5 0.25 മാറി ആണല്ലോ. അപ്പം എന്താണ്, ടൈം എത്രത്തോളം കുറയുന്നോ, ടൈം കുറയുന്നതനുസരിച്ച് ഫോഴ്സ് കൂടും, ടൈം കൂടുന്നതനുസരിച്ച് ഫോഴ്സ് കുറയും. നമുക്ക് എന്താ പറയുക, ഷോർട്ട് ടൈമിൽ അനുഭവപ്പെടുന്ന എന്താണ് വെരി ലാർജ് ഫോഴ്സ് ആണെന്ത്, ഇമ്പൾസീവ് ഫോഴ്സ് നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ. So when a constant momentum is when a change in momentum is a constant മിക്കവാറുണ്ട് സീറോ ഒക്കെ വരെ, the force acting on a body will be inversely proportional to the time taken. എന്താണ് ഇൻവേഴ്സ്ലി, ഫോഴ്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ 1/8 എന്ത് എഴുതുന്നു, അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും.
ഒരേപോലെ നേരിട്ട് F is equal to ma എന്ന് പറയില്ലേ, F is proportional to ma എന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ അത് നേരെയാണ്, മുകളിലാണ് എഴുതുന്നത്. താഴെ 1/, എന്നുള്ള രീതിയിലൊക്കെ എഴുതുകയാണെങ്കിൽ അത് ഇൻവേഴ്സ്ലിയാണ്. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലി ഈക്വൽ ആണ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഈ ഒരു ചിത്രം ഒന്ന് നോക്കാം. എന്താണ് ഈ ചിത്രത്തിൽ പറയുന്നത്? നമ്മൾ ക്രിക്കറ്റ് കാണാറുണ്ടല്ലോ, ഇപ്പൊ IPL ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ബോള് ഒരു ഫീൽഡർ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നേരിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ അതിലേക്ക് ഒരു കുറഞ്ഞ സമയം പെട്ടെന്ന് വന്നിട്ട് നേരെ കയ്യിലേക്ക് വരാം. അപ്പൊ അവിടെ ആ കയ്യിൽ ഒരുപാട് എന്ത് ചെയ്യും, നല്ല വേദനയുണ്ടാവും ഈ വ്യക്തിക്ക്. എന്നാൽ രണ്ടാമത്തെ വ്യക്തി എന്താണ്, ഇവിടെ ഉള്ള ബോളിനെ എന്ത് ചെയ്യാൻ കുറച്ച് താഴോട്ടാക്കിയിട്ടാണ് പിടിക്കുന്നത് അല്ലെ, കുറച്ച് താഴ്ന്നിട്ടല്ലേ പിടിക്കുന്നത്. ആ താഴ്ന്ന് പിടിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എന്താ ഗുണം എന്താ അറിയോ, നമുക്ക് പറഞ്ഞു സമയം എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ഫോഴ്സ് കുറയും, ഫോഴ്സ് കൂടും അല്ലെ. സമയം എത്രത്തോളം കുറയുന്നോ അത്രയും ഫോഴ്സ് കൂടും അല്ലെ. അപ്പൊ നമ്മള് ഇവിടെ ഫോഴ്സ് ഈ കുറഞ്ഞ ഏറ്റവും ഫോഴ്സ് മാക്സിമം വളരെ ഇപ്പൊ ഇവിടെ 2 സെക്കൻഡാണ്. ഇവിടെ നിന്ന് ഞാൻ പിടിക്കുകയാണെങ്കിൽ എന്താണ് 2 സെക്കൻഡ് അല്ലെ. ഞാനിവിടെ 2 സെക്കൻഡ് കൊണ്ടാണ് ബോൾ ഇവിടെ എത്തിയത്. അപ്പൊ ഞാനിവിടെ ഇത് പിടിക്കുമ്പോൾ എനിക്ക് ഈ കയ്യിലേക്ക് ഫോഴ്സ് അത്രയും രീതിയിലാണ്. ഞാനത് കുറച്ചും കൂടി സമയം കൂട്ടിയിട്ടുണ്ട്. സമയം കുറച്ചും കൂടി ഇവിടുന്ന് ഇങ്ങോട്ട് ബോൾ ഇവിടെ എത്താൻ കുറച്ചും കൂടി സമയം എടുക്കും. ഒരു 3 സെക്കൻഡ് ആയി വെച്ചു. ഇവിടെ എത്താൻ 2 സെക്കൻഡ്, ഇവിടുന്ന് ഈ കയ്യിന്റെ ഈ താഴത്തേക്ക് എത്താൻ എന്താണ് 3 സെക്കൻഡ്. ഇപ്പം ഇവിടെ കൊടുത്തു നോക്കാം 1/2. 1/2ആണോ 1/2? 3. 1/3. അപ്പൊ ഏതായാലും നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുത്താൽ മതി. 1/2. രണ്ടാമത്തെ ഇവിടെ എത്താൻ 4 സെക്കൻഡായി വെച്ചു. അപ്പൊ 1/2ആണോ 1/4ആണോ ഏറ്റവും വലിയ ഫോഴ്സ് ഏതാണ്? 1/4 ആകുമ്പോൾ ഫോഴ്സ് കുറയും. അതായത് എത്രത്തോളം താഴ്ത്തി പിടിക്കുന്നോ അത്രയും നമുക്ക് ഫോഴ്സ് കുറയും. ഫോഴ്സ് കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, കൈക്ക് അധികം വേദന അനുഭവപ്പെടില്ല. മനസ്സിലാണോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ പിടിക്കുന്നതിനെക്കാട്ടും നല്ലത് താഴ്ന്ന് എത്രത്തോളം താഴ്ന്ന് മാക്സിമം പിടിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൈക്ക് ആഘാതം കുറയും. ഓക്കെ, അതിന്റെ എഫക്റ്റ് കുറയും. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, മൊമെന്റം കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്സിമം താഴ്ത്തുണ്ടാക്കി പിടിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ പോർഷനിൽ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ന്യൂട്ടൺസിന്റെ 3rd ലോ ഒന്ന് പഠിക്കാം. താങ്ക് യു.